മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർ ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുണ്ടായ ബജ്റംഗ് ദൾ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. ആക്രമണത്തിനെതിരെ പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് CBCI ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ചയായിരുന്നു ജബൽപൂർ ലത്തീൻ അതിരൂപതയിലെ പുരോഹിതർക്കും വിശ്വാസികൾക്ക് നേരെ മതപരിവർത്തനം ആരോപിച്ച് ആക്രമണമുണ്ടായത്. തിങ്കളാഴ്ച രാവിലെ ഗോത്രവർഗ മേഖലയായ മാണ്ഡ്ലയിൽ നിന്നുള്ള തീർത്ഥാടകർ ജബൽപൂരിലെ കത്തീഡ്രൽ പള്ളിയിലടക്കം വിവിധ പള്ളികളിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ഓംതിയിലാണ് ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണം. വിവരമറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയ അതിരൂപത വികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജ്, രൂപത പ്രക്യൂറേറ്റർ ഫാദർ ജോർജ് തോമസ് എന്നിവരെ 50ഓളം വരുന്ന സംഘം പിടിച്ചു തള്ളുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. ആക്രമണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ നോട്ടീസ് നൽകി. ഈ കഴിഞ്ഞ ഒരു കൊല്ലം മാത്രമായിട്ട് 753 ദേവാലയങ്ങളാണ്, ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് ആക്രമിക്കുന്നത്. ഇത് കൃത്യമായ അജണ്ടയാണ്. ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തി, വിരട്ടി, ആക്രമിച്ച് അവരുടെ സ്ഥാപനങ്ങളിൽ കയ്യേറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അജണ്ടകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെയ്യപ്പെടുന്ന റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾക്കൊന്നും നടപടിയെടുക്കാത്തതുകൊണ്ട് ഓരോ ദിവസം കഴിയുന്നതും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചയ്ക്ക് അനുമതി നൽകാത്തതിൽ സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ആക്രമണത്തെ CBCI അപലപിച്ചു. ശക്തമായ നടപടിയുണ്ടാകണമെന്ന് സീറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര. തീർത്ഥാടകരും അതുപോലെ വൈദികരുടെയും മേൽ ബജ്റംഗ് ദളിന്റെ 50ഓളം വരുന്ന പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതിന്റെ പേരിൽ പോലീസും ഗവൺമെന്റും കൃത്യതയോടുകൂടി അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണം. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP-യുടെ പ്രതികരണം. ആന്റി കൺവേർഷൻ നിയമങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യവസ്ഥകൾ എന്താണെന്നുള്ള കാര്യം ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണം. അതായത് പരാതിക്കാരൊന്നും വേണ്ട. ഒരു സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും വിദൂര കൂടിൽ നിന്ന് ആർക്ക് വേണേലും ആർക്കെതിരെയും പരാതി കൊടുക്കാം. പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പിടിച്ച് നോൺ ബെയിലബിളായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആക്രമണത്തിൽ ജബൽപൂർ SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ജബൽപൂർ പോലീസ് അറിയിച്ചു. 24 ഡൽഹി.